അഭിസാരികയായ സ്ത്രീയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് കേരളത്തിൽ ഡിവൈഎഫ്ഐ, കേരളത്തിൽ CPM ഏതെങ്കിലും സ്ത്രീക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ പറ്റി പറയുന്നത്. നിങ്ങളുടെ നേതാവ് എനിക്ക് തോന്നുന്നു വസന്ത്, താങ്കളുടെ ഈ പ്രയോഗത്തോട് പോലും ഒന്നും എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ന്യായീകരിക്കാനൊന്നും വയ്യ കേട്ടോ. താങ്കൾ ഈ പറയുന്നത് പോലെ അഭിസാരികയായ ഒരു സ്ത്രീ എന്നതൊക്കെ ഏത് കാഴ്ചപ്പാടിലാണ് താങ്കൾ പറയുന്നത്? അല്ല, അഭിസാരികയായ സ്ത്രീ എന്നൊന്നും ഒരു സ്ത്രീയെയും പറയേണ്ടതില്ല, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ഒരു പുരുഷന് ഒരു പുല്ലിംഗ പദം ഈ സമൂഹത്തിലുണ്ടോ? ശ്രീ വസന്ത്, അതിനൊരു പുല്ലിംഗ പദം താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ഈ അഭിസാരികയുടെ ചാരിത്രം എന്താണ്? ചാരിത്രം ആരാണ് ചാരിത്രം നിർണ്ണയിക്കേണ്ടത്? ഏത് സമൂഹമാണ്, ഏത് സ്ത്രീയുടെ ചാരിത്രമാണ് നിർണ്ണയിക്കേണ്ടത്? ഏത് സ്ത്രീയാണ്? അല്ലല്ല, എനിക്ക് ചർച്ചയിൽ ഇരുന്നു കൊണ്ട് താങ്കൾ അതിനെ എന്ത് തരത്തിലാണ് എങ്കിലും ഇത്തരം പ്രയോഗങ്ങൾ പോലും ഈ ചർച്ചയിൽ അനുവദിക്കാനാവില്ല. അത് താങ്കളുടെ മാത്രം അഭിപ്രായമാണ്. പൊതുസമൂഹത്തിന്റെ ഭാഗമായുള്ള അഭിപ്രായമായോ ന്യൂസ് 18ന്റെ ഭാഗമായോ ഈ വാർത്താ ചാനലിന്റെ ഭാഗമായോ ഒന്നും ഒരു സ്ത്രീയെയും ഞങ്ങൾ ആ നിലയിൽ വിശേഷിപ്പിക്കാനോ പരാമർശിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അല്ല, എങ്കിൽ പിന്നെ മാറ്റി പറയാന്നേ. അങ്ങേക്ക് അറിയാമല്ലോ, ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. മാറ്റി പറയേക്കാം. കാട്ടുകള്ളന്റെ സത്യപ്രസംഗം എന്നതുപോലെ ആണ്. അല്ല, ഞങ്ങൾക്ക് വേണ്ടി മാറ്റി പറയുകയല്ല ചെയ്യേണ്ടത്, താങ്കൾ സ്വയം മാറ്റി പറയുകയാണ് ചെയ്യേണ്ടത്. കാരണം ഒരുപക്ഷെ താങ്കൾ ഒരു എഴുത്തുകാരനായിരിക്കാം, ഇതിനു മുമ്പുള്ള സാഹിത്യകാരന്മാർ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാകാം. പക്ഷെ ഞാനും താങ്കളും ജീവിക്കുന്നത് 2024-ലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ല അതിന്റെ പ്രശ്നവും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തേ. ഇനി അതിന് വേറൊരർത്ഥം വേണമെങ്കിൽ കേട്ടോ. കാട്ടുകള്ളന്റെ സത്യപ്രസംഗം പോലെയാണ് CPM-ഉം ഡിവൈഎഫ്ഐയും ഈ നാട്ടിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ സോഷ്യൽ മീഡിയ അറ്റാക്കിനെ പറ്റി വാചാലരാകുന്നത്. നമുക്കറിയാമല്ലോ ഏതൊക്കെ രീതിയിലാണ് ഈ സംസ്ഥാനത്ത് ഒരു MLA 51 വെട്ടി അവരുടെ ഭർത്താവിനെ ഇല്ലാതാക്കിയിട്ട് പോരാഞ്ഞിട്ട് പഴയ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന KK രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അപമാനിച്ചാരാ? ഇവരുടെ MM മണി എന്ന് പറയുന്ന ഇടുക്കിയിലെ നേതാവാണ്. അല്ല ശ്രീ വസന്ത്, അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നേതാക്കളോട് ഇങ്ങനെയൊക്കെ ആകാം എന്നതാണോ നമ്മൾ മറുപടിയായി പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2024-ലല്ലേ ഈ ചർച്ച നടത്തുന്നത്. അല്ല അഭിലാഷേ, ഞാൻ പറഞ്ഞത് ഇവരുടെ ഇരവാദത്തെ പൊളിക്കാൻ വേണ്ടി ഇവർ ചെയ്തത് പറയാതിരിക്കാൻ പറ്റില്ലെന്നേ. ചരിത്രത്തിൽ ഇവർ ചെയ്ത് കൂട്ടിയത് പറയാതെ എങ്ങനെ ഇവരുടെ ഇരവാദത്തെ പൊളിക്കുന്നത്? ഒന്നാമതായി അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം എന്തോ ഇരയാക്കപ്പെട്ടവരാണ് എന്ന വാദം പറയാൻ ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായി രാഹുൽ പറഞ്ഞൊരു കാര്യം എന്താണ്? നോക്കൂ, ഇവിടെ മേയറും മേയറിന്റെ ഭർത്താവായിട്ടുള്ള MLA-യും കൂടി ഈ വാഹനത്തിൽ വളരെ സമാധാനപൂർവ്വം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനത്തിന് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ KSRTC ഡ്രൈവർ ഒരു ലൈംഗിക ചേഷ്ടയോടുകൂടി പെരുമാറി. അതിന് അദ്ദേഹം ബദലായി അവതരിപ്പിച്ചിരുന്നത് ഈ KSRTC ഡ്രൈവറിന്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡാണ്. രാഹുൽ, നിങ്ങളല്ലേ ഭരിക്കുന്നത്, KSRTC വകുപ്പ് ഭരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ പത്തനാപുരത്ത് നിന്നുള്ള MLA അല്ലേ KB ഗണേഷ് കുമാർ? പിണറായി 1ാം ഗവൺമെന്റ് വരാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ വിടുപണിയും, അതും ഞാൻ എല്ലാ റെസ്പോൺസിബിലിറ്റിയോടും കൂടി ആ വാക്കും പറയുന്നത്, ചെയ്യാവുന്ന എല്ലാ വിടുപണിയും ചെയ്ത ഗണേഷ് കുമാർ അല്ലേ ഇന്ന് KSRTC ഭരിക്കുന്നത്? ഇത്രമാത്രം ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടുള്ള ഒരാൾ ഇന്നും KSRTC-യിൽ ജോലി ചെയ്യുന്നെങ്കിൽ അതിന്റെ കുറ്റക്കാർ നിങ്ങളാണ്. 1ാം സ്ഥാനത്ത്, 1ാമത്തെ പ്രതി നിങ്ങളാണ്. ഇങ്ങനെ നേരത്തെ അദ്ദേഹം FIR ഒക്കെ വായിച്ചു, വലിയ കാര്യമായി അദ്ദേഹം FIR വായിച്ചു. എന്തോ സ്ലിപ്പ് തുറന്നെന്നോ മുണ്ട് മടക്കി കുത്തിയെന്നോ ഒക്കെയുള്ള FIR വായിക്കുന്നത് കേട്ടു. എനിക്കറിയില്ല, എന്റെ ഇല്ലാതെ അവൈലബിൾ ആയിരിക്കും. ഇനി ആണെങ്കിൽ തന്നെ അങ്ങനെയുള്ള ഒരാൾ, അങ്ങനെ സ്ത്രീലംബടനായ, അങ്ങനെ സ്ത്രീകൾക്ക് മോശം ചെയ്യുന്ന, സ്ത്രീ പീഡകനായ, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരാൾ KSRTC-യിൽ ഇപ്പോഴും, അതായത് പോലീസ് വെരിഫിക്കേഷൻ അടക്കം ആവശ്യമുള്ള KSRTC വകുപ്പിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നെങ്കിൽ അതിൽ 1ാമത്തെ പ്രതി, ആ കേസിൽ 1ാമത്തെ പ്രതി സംസ്ഥാന സർക്കാരാണ്, KSRTC മന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ KSRTC മന്ത്രിയോട് പറയുക. രണ്ടാമതായി, നിങ്ങളുടെ മേയറിന് നേരെ ഒരു ലൈംഗിക ചേഷ്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. പക്ഷെ അത് അവർ പ്രൂവ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നേരത്തെ നിങ്ങൾ ഈ യദുവിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പറഞ്ഞില്ലേ, അതുപോലൊരു ട്രാക്ക് റെക്കോർഡ് ആർക്കുണ്ട്? ഈ മേയറിനുണ്ട്. വിവിധ അഴിമതി ആരോപണങ്ങൾ അവരുടെ പേരിൽ തന്നെ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞില്ലേ, ഞാനല്ല ഒപ്പിട്ടത്, ആരോ ഒപ്പിട്ടു. ആ കേസിന് എവിടെ പോയി നിൽക്കുന്നു? ആരോ ഒപ്പിട്ടെന്ന് ഇപ്പൊ തെളിവ് ആക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ വിവിധ കേസുകൾ ഉണ്ടാവുന്ന സമയത്തെല്ലാം അത് മറ്റൊരാളുടെ പേരിൽ കെട്ടിവെച്ച് തലയൂരിപ്പോകുന്ന രീതി
രീതിശാസ്ത്രം എന്താ പറയുന്നത്, സീരിയൽ ഒഫൻസ് എന്ന് നമ്മൾ പറയത്തില്ലേ ലോ ലാംഗ്വേജിൽ. പക്ഷേ ശ്രീ വസന്ത്, താങ്കൾ പറയുന്നത് പോലുള്ള ഒരു വിഷയമൊക്കെയാണോ ഇത്? താങ്കൾ പറയുന്ന വിഷയത്തെ ഏത് തരത്തിലാണ് താങ്കൾ താരതമ്യം ചെയ്യുന്നത്? ഇത് ഒരു യാത്രക്കിടെ സംഭവിക്കുന്ന ഒന്നാണ്. ആ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ഒന്ന്. താങ്കൾ ഈ പറയുന്നത് പോലെ വലിയ രാഷ്ട്രീയമാനമൊന്നും ഇതിന് നൽകേണ്ടതില്ലെന്നേ. ഇത് രണ്ട് വാഹന യാത്രക്കാർ തമ്മിലുള്ള വിഷയം എന്ന നിലയിൽ തന്നെ കണ്ടാൽ മതി. അതിനിടയിലുണ്ടായ ഒരു തർക്കം. ആ തർക്കം അങ്ങനെ ആയിരുന്നെങ്കിൽ രാഹുൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ യദു എന്ന് പറയുന്ന KSRTC ഡ്രൈവറിന്റെ എന്താണ് നാളും ജാതകവും 28 കെട്ടിന് എത്ര നൂല് ഉപയോഗിച്ചു എന്നുള്ള ചരിത്രം. അല്ല, അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായെങ്കിൽ അത് പറയാൻ പാടില്ല എന്നുണ്ടോ? താങ്കളിപ്പോൾ പറഞ്ഞല്ലോ, അതായത് മേയറുടെ പശ്ചാത്തലം പറയുന്നത് പോലെ, അതായത് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിൽ നേരത്തെയും പരാതി നേരിട്ടിട്ടുള്ള ഒരാളാണ് എന്നല്ലേ രാഹുൽ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ അയാൾ ഇപ്പോഴും KSRTC ജോലി ചെയ്യില്ലേ? പോലീസ് വെരിഫിക്കേഷൻ അടക്കം ആവശ്യമുള്ള. അല്ല, അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കേസ് ഇപ്പോൾ നിലവിലില്ല. ആ കേസ് എന്നല്ല, മറ്റ് കേസുകളൊന്നുമില്ല. ഇപ്പോൾ ഈ റാഷ് ഡ്രൈവിംഗ്, അശ്രദ്ധമായൊക്കെ വാഹനം ഓടിച്ചാൽ അതിനൊക്കെ താങ്കൾക്കറിയാമല്ലോ, അതിന് ലഭിക്കുന്ന ശിക്ഷയും പെറ്റിയും ഒക്കെ എന്താ എന്ന് താങ്കൾക്കറിയാം. ഇതിൽ ഗുരുതരമായ കേസ് എന്നത് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക എന്നതാണ്. പക്ഷേ ആ കേസ് നിലവിലില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് തന്നെയാണ് ആ ഡ്രൈവർ പങ്കുവച്ചതും. അത് മറ്റൊരു തരത്തിലുള്ള, അതിനും എന്ന് പറയുന്നുണ്ട്, അതൊരു രാഷ്ട്രീയമായ കേസായിരുന്നു, അതിന്റെ സ്വഭാവം മാറ്റുന്നതിനാണ് ഇങ്ങനെ ചെയ്തത് എന്നതാണ്. അല്ല ശ്രീ അഭിലാഷ്, അതിന്റെ അകത്ത് വ്യക്തത വരുത്തണം. അതെ, അയാൾ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യെസ് അല്ല, കേസ് നിലവിലില്ലാതാവാം. കാര്യം ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ കേസ് നിലവിലുണ്ടാവില്ല. അയാൾ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ അർത്ഥം, നിലവിലില്ലെങ്കിൽ അർത്ഥം അയാൾ ആ കേസിൽ അയാൾക്ക് നേരെ വന്ന ആരോപണങ്ങൾ, ഞാനും പ്രാക്ടീസ് ചെയ്ത ഒരു ലോയറാണ്, അയാൾക്ക് നേരെ വന്ന ആരോപണങ്ങൾ കോടതി അല്ലെങ്കിൽ നിയമപീഠം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ പഴയ കേസിന്റെ ചരിത്രം മുഴുവൻ ഈ രാഹുലിന് ഇവിടെ ഇരുന്ന് വായിക്കാമെങ്കിൽ മേയറിന്റെ പഴയ സീരിയൽ ഒഫൻഡിങ് കേസുകൾ എനിക്കും പറയേണ്ടി വരും. കാര്യം എന്നൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടോ അന്നൊക്കെ മറ്റൊരാളുടെ തലയിൽ വേറെ എന്തെങ്കിലും ഒരു ആരോപണം കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയിട്ടുള്ള ആളാണ് ഈ പറയപ്പെടുന്ന മേയർ. അതുകൊണ്ട് അവർ ഈ അവസ്ഥയിൽ കേരള പൊതുമനസാക്ഷിയുടെ മുമ്പിൽ താരങ്ങനെ ഒരു കാര്യം നേരിട്ടിട്ടുണ്ടെങ്കിൽ ബേർഡൻ ഓഫ് പ്രൂഫ് ഈ വിഷയത്തിൽ മേയറുടെ തലയിലാണ്. അവർ പ്രൂവ് ചെയ്യാതെ ഒരു കേരളവും അവരുടെ കൂടെ നിൽക്കില്ല. നോക്കൂ, 2 ജനപ്രതിനിധികൾ തെരുവിൽ KSRTC ഡ്രൈവറുമായി ഏറ്റുമുട്ടുന്നു. സ്വാഭാവികമായും ജനം ആരുടെ കൂടെ നിൽക്കണം? ജനകീയരാണെങ്കിൽ ആ ജനപ്രതിനിധികളുടെ കൂടെ നിൽക്കും. തിരുവനന്തപുരത്ത് നിന്നടക്കം മേയറും കുറച്ച് DYFIക്കാരും അല്ലാതെ മേയറുടെയോ മേയറുടെ ഭർത്താവ് MLAയുടെയോ സൈഡ് പിടിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലെന്നേ ഈ കേരള പൊതു മനസാക്ഷി. അല്ല, അങ്ങനെയൊക്കെയാണോ ഈ വിഷയത്തെ നമ്മൾ നോക്കി കാണേണ്ടത്? അങ്ങനെ മേയറുടെ സൈഡ് ആളുകൾ പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സച്ചിൻ ദേവിന്റെ പക്ഷം പിടിക്കുന്നുണ്ടോ എന്നതൊന്നുമല്ല. ഇതിപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ പണ്ടൊരാളെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ആളുകളുടെ എണ്ണവും പിന്നിൽ ആരൊക്കെ അണിനിരക്കുന്നു എന്നതൊന്നും നോക്കി നമുക്ക് നീതിയും സത്യവും ഒന്നും വിലയിരുത്താൻ സാധിക്കില്ലല്ലോ വസന്ത്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് താങ്കൾക്കറിയാം. ഇവിടെ ശ്രീ അഭിലാഷ്, ഞാൻ 10 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞത് അത്രമാത്രം ജനവിരുദ്ധരാണ് ഇവർ. അതുകൊണ്ട് അവർക്ക് അല്ല, ആ ജനവിരുദ്ധത ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ആണോ? അതായത് ജനവിരുദ്ധയായ ഒരു സ്ത്രീക്ക് നേരെ ഒരു പുരുഷൻ ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അത് കൊള്ളാം, നന്നായി, അവൾ അത് അർഹതപ്പെട്ടത് എന്നതാണോ നമ്മുടെ മനസ്ഥിതി? അങ്ങനെയാണോ നമ്മൾ അതിനെ കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അഭിലാഷിനും അറിയാം, എനിക്കും അറിയാം, പ്രിയപ്പെട്ട രാഹുലിനും അറിയാം, സക്കറിയ ജോർജ് സാറിനും അറിയാം, കേരളത്തിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് നേരെ പീഡനം ഉണ്ടായാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ പിടിച്ച് അയാളെ കൽത്തുറങ്കിൽ അടയ്ക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെ ജീവനോടുണ്ട്, പേര് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പോലീസിനെ പറ്റി അഭിലാഷ് എന്താ വിചാരിച്ചിരിക്കുന്നത്? കാണാതെ പോയ മെമ്മറി കാർഡ് മഷിയിട്ട് കണ്ടുപിടിക്കുന്ന ടീംസാണ് കേരളത്തിന്റെ പോലീസ്. അങ്ങനെ അറിയില്ലേ വിവിധ കേസുകളിൽ അങ്ങനെ ഇടപെട്ടിരിക്കുന്നത്? നാണമാവുന്നില്ലേ? ആ KSRTC ബസ്സിൽ അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഇല്ല എന്ന് ആ വണ്ടി പുറപ്പെടുന്ന സമയം തൊട്ടേ ഇല്ല എന്ന് KSRTC വകുപ്പ് പറയുന്നില്ല. അപ്പോൾ അവിടെയാണ് ശ്രീ വസന്ത്, അതാണ് അതിന്റെ പോയിന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്ത ചർച്ച ചെയ്യുമ്പോഴും KSRTCയിൽ നിന്നുള്ള കൃത്യമായ ഒരു പ്രതികരണം, ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഓരോ ദിവസവും എല്ലാം പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്, ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥരുണ്ട് എന്ന ആക്ഷേപം പോലുമുണ്ട്. അപ്പോൾ ഈ മെമ്മറി കാർഡ് അവിടെ ഉണ്ടായിരുന്നോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല. അങ്ങനെ ഇല്ല എങ്കിൽ അത് വലിയ ഗുരുതരമായ തെറ്റാണ്. ഈ ചർച്ചയിൽ ഞാൻ ഡിജോ കാപ്പനെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല. അതിന് കാരണം ഇതിപ്പോൾ പുതിയ കാലഘട്ടമാണ്. ഞാനും നമ്മളും എല്ലാവരും സാങ്കേതിക വിദ്യയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊരു വിഷയമല്ല, മറ്റേതെങ്കിലും ഒരു വിഷയമാണ് നടന്നത് എങ്കിൽ പോലും അതിനൊക്കെ തെളിവാകേണ്ടത് പ്രധാനമായും ഈ വീഡിയോ ദൃശ്യങ്ങളാണ്.
അപ്പോൾ അതില്ല എങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ ഉണ്ടായിരുന്ന കാർഡാണ് മാറ്റിയത് എങ്കിൽ അത് അതിലേറെ വലിയ തെറ്റാണ്. പക്ഷെ കാർഡുണ്ടോ എന്ന് പോലീസ് ഇപ്പോഴാണോ അന്വേഷിച്ചത് എന്നത് അതിലും വലിയ തെറ്റാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അല്ല ശ്രീ അഭിലാഷ്, കാർഡ് ഇല്ല എങ്കിൽ അത് സ്ഥിരീകരിക്കേണ്ടത് KSRTC തന്നെയാണ്. അതെ, ഇതിപ്പം ആള് നിമിഷത്തോട് നിമിഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. KSRTCയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിശദീകരണം വന്നിട്ടില്ല. അതൊരു ക്യാപ്സ്യൂളായി ഇറക്കി വിടാവുന്നത്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ അതിന്റെ അത് കാർഡ് ഉണ്ടായിരുന്നു, ഇവരെടുത്തു മാറ്റിയാണെങ്കിൽ തന്നെ KSRTCക്ക് അങ്ങനെ ഒരു വിശദീകരണം നൽകിയാൽ എനിക്കും അഭിലാഷിനും മറിച്ചൊന്നും പറയാനില്ല. പക്ഷേ അതുപോലും KSRTC വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അതിൽ കാർഡ് ഉണ്ടായിരുന്നു. ആ കാർഡ് എവിടെ പോയി എന്നത് കാണണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ബാഗ് ഹിസ്റ്ററി ഉണ്ടല്ലോ, ഈ സർക്കാരിന്റെ അടക്കം ബാഗ് ഹിസ്റ്ററി നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇടിമിന്നൽ ഉണ്ടാവുന്നു, സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കാണാതാകുന്നു, മുഖ്യമന്ത്രിക്ക് നേരെ അന്വേഷണം വരുന്നു, ഉടനെ ക്ലിഫ് ഹൗസിലെ ഫയലുകൾ കാണാതാകുന്നു. ഇവിടെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി അവതരിപ്പിക്കപ്പെട്ട ഇവരുടെ ഡിവൈഎഫ്ഐയുടെ തന്നെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായ ഒരാൾ കേരളത്തിന്റെ പൊതു തെരുവിൽ വെച്ചൊരു പീഡനം നേരിട്ടെങ്കിൽ അവരെ സംരക്ഷിക്കണ്ടേ, അവർക്ക് നീതി നടത്തി കൊടുക്കണ്ടേ? ആ നീതി നടത്തി കൊടുക്കാനുള്ള തെളിവ്, ആ തെളിവ് പൊതു വകുപ്പിന്റെ കയ്യിലാണ്, KSRTC വകുപ്പിന്റെ കയ്യിലാണ്. അത് അവിടെ നിന്ന് എങ്ങനെ പോയി? ഏതെങ്കിലും INTUC-കാരൻ എടുത്തുകൊണ്ട് പോയതാണോ? ആളെ കണ്ടുപിടിക്കണമെന്നേ. ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരൻ രാത്രിയിൽ ബസ്സിൽ അതിക്രമിച്ച് കയറി അത് എടുത്തുകൊണ്ട് പോയതാണോ? കണ്ടുപിടിക്കണം, ശിക്ഷിക്കണം. അല്ല, ഇനി ഡ്രൈവർ യദു തന്നെ അതെടുത്ത് വെളിയിലേക്ക് കളഞ്ഞാണോ? കണ്ടുപിടിക്കണം. ആ രീതിയിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല? ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഭാഗമായ മേയറും സംസ്ഥാന സർക്കാരിന് വേണ്ടി കൈ ഉയർത്തുന്ന MLA-യും തെരുവിൽ നടു റോട്ടിൽ പീഡനം നേരിട്ടിട്ടും അവർക്ക് അനുകൂലമായി വരേണ്ട, അവർ പറയുന്ന വാദങ്ങളെ അംഗീകരിച്ചാൽ അവർക്ക് അനുകൂലമായി വരേണ്ട തെളിവ്, ആ തെളിവ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്നേ ഞാൻ പറയൂ. അതർവൈസ് KSRTC അങ്ങനെ ഒരു തെളിവില്ലായിരുന്നു, തെളിവിന്റെ ഡേറ്റ ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. തെളിവ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ തെളിവ് നശിപ്പിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പിണറായിയുടെ പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരം അമ്പേ പരാജയമാണെന്നും മേയർ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും തെരുവിലിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശം, സംരക്ഷണം ഈ ആഭ്യന്തര വകുപ്പിന് കീഴിൽ കിട്ടുന്നില്ല എന്നും വേണം വിശ്വസിക്കാൻ. ഞാൻ താങ്കളിലേക്ക് വരാം.